അധ്യാപക അവാർഡിന്റെയും പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരത്തിന്റെയും സമ്മാനത്തുക വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി പി ശിവൻകുട്ടി. കോഴിക്കോട്ട് 2 പേർക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്തു. ഹായ് കൂട്ടുകാരെ, ഇന്നൊരു നാടൻ ബ്രേക്ക്ഫാസ്റ്റാണ് പരിചയപ്പെടുത്തുന്നത്. നല്ല നാടൻ ഗോതമ്പ് ദോശ. ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ ആശീർവാദിൻ്റെ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 2 ടീസ്പൂൺ കൊള്ളുന്ന ഒരു കുഞ്ഞു തവിയാണിത്. ഈ തവിക്ക് 12 തവിയാണ് മാവ് എടുത്തിട്ടുള്ളത്, പൊടി എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മൈദ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിൽ മൈദ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് പരന്ന് കിട്ടാൻ വേണ്ടിയാണ് ദോശക്കല്ലിൽ. പാകത്തിന് ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ കൂടി നമുക്കിതിലേക്ക് തൂവിക്കൊടുക്കാം, ഒരു 1/4 ടീസ്പൂൺ അളവിൽ. അതിനുശേഷം വെള്ളം കൂടി ചേർത്ത് നമുക്ക് ഇതൊന്ന് നല്ലപോലെ ഇളക്കിയെടുക്കാം. പാകത്തിന് വെള്ളമൊക്കെ ചേർത്ത് ഇത് നല്ലപോലെ ഞാൻ ഇളക്കിയെടുത്തിട്ടുണ്ട്. എന്നാലും ഇതിൽ കുറച്ച് കട്ടകളൊക്കെ കാണാം. ഇനി ഇതിനെ നമുക്ക് മിക്സിയിലൊഴിച്ച് നല്ലപോലെ ഒന്ന് പതച്ചെടുക്കണം. വെള്ളം ഏറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദോശമാവിൻ്റെ പരുവത്തിൽ ആയിരിക്കണം. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ മിക്സിയിൽ ഞാനിത് നല്ലപോലെ 5 മിനിറ്റോളം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക്, ഒരു വൃത്തിയുള്ള പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് ഇത് അടച്ചു വയ്ക്കാം. അതിനുശേഷം ദോശ നമുക്ക് കല്ലിൽ തന്നെ ചുട്ടെടുക്കണം. ഇനി നമുക്ക് ഗോതമ്പ് ദോശയിലേക്കുള്ള ഉള്ളിച്ചട്ടണി ഉണ്ടാക്കാം. ഒരു സവാളയും കുറച്ച് ചെറിയുള്ളിയും 1 പച്ചമുളകും 2 തക്കാളിയും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കാം. ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കറുവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. 1 പച്ചമുളക് കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ഇതെല്ലാം ചെറിയുള്ളിയും സവാളയും തക്കാളിയും വറുത്തെടുക്കാം. നല്ല പോലെ വറുത്ത് കോരിയെടുക്കാം. സവാള ഇപ്പോൾ നല്ല പോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കളറ് വരുന്നത് വരെ വറുക്കണം, അല്ലെങ്കിൽ അതിനൊരു പച്ച മണമായിരിക്കും. ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ ഫുൾ അളവിൽ സവാള നല്ല പോലെ വറുത്തെടുത്തതിലേക്ക് 2 ടീസ്പൂൺ ഫുൾ അളവിൽ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ മുളക് പൊടിയുടെ മേലെ തക്കാളി മൂപ്പിച്ചത്, നല്ലപോലെ വറുത്തെടുത്ത തക്കാളി ഇട്ട് കൊടുക്കണം. ഈ ചൂടിൽ ആ മുളക് പൊടി വെന്തുകൊള്ളും. ഇത് നല്ലപോലെ ചൂടാറിയ ശേഷം വെള്ളം ഒഴിക്കാതെ ഒന്ന് കറക്കിയെടുക്കാം. പിന്നീട് വെള്ളം ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം. ചമ്മന്തി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല രുചിയുള്ള ഒരു ചമ്മന്തിയാണ്. ഇതിൽ കറിവേപ്പിലയ്ക്ക് പകരം നമുക്ക് മല്ലിയില വേണമെങ്കിൽ ചേർക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. എൻ്റെ വലിയ ദോശക്കല്ലിലാണ് ഞാൻ ദോശ ചുട്ടെടുക്കാൻ പോകുന്നത്. ഇരുമ്പ് കല്ല് ചുടുമ്പോഴാണ് ഈ ദോശയ്ക്ക് നല്ല സ്വാദ്. ഇനി ഞാൻ അതിനായിട്ട് കുറച്ച് നല്ലെണ്ണ, സ്വർണം നല്ലെണ്ണയാണ്, അത് നമുക്ക് എടുക്കാം. ദോശക്കല്ലിൽ പുരട്ടി കൊടുക്കാനാണ്. കല്ല് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് നല്ലെണ്ണ നല്ലപോലെ തേച്ച് കൊടുക്കണം. നന്നായിട്ട് ഞാനിപ്പോൾ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി തീ ഒന്ന് കുറയ്ക്കണം. കാരണം ഈ ദോശ നമുക്ക് നന്നായിട്ട് എടുത്താൽ കിട്ടണമെങ്കിൽ ഫുൾ തീയിൽ ഇത് ചുട്ടെടുക്കാൻ പറ്റുകയില്ല. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഞാനൊരു സവാള അവിടെ ഇങ്ങനെ പൊടിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ദോശയുടെ മുകളിൽ വിതറി കൊടുക്കാനാണ്. അപ്പോൾ നമുക്ക് ദോശ ചുട്ടെടുക്കാം. ദോശ ഇപ്പോൾ നല്ല പോലെ പരന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തൂവി കൊടുക്കാം. ഒരു പ്രത്യേക സ്വാദിനാണ്. ഇനി കുറച്ച് സവാള അരിഞ്ഞത് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. തൂവി കൊടുക്കുന്ന വെളിച്ചെണ്ണയിൽ കിടന്ന ഈ ഉള്ളി ഒന്ന് വേവും. ആ സമയത്ത് നമുക്കിത് മടക്കി കൊടുക്കാം.
നല്ല പോലെ അടിവശം വെന്ത ശേഷമേ ഇത് മറിച്ചിടാൻ പാടുകയുള്ളൂ, അല്ലെങ്കിൽ ഇത് കേടുവന്നു പോകും. ഇനി നമുക്കിത് തിരിച്ചും മറിച്ചിടാം. നല്ലപോലെ വെന്ത ശേഷം നമുക്ക് ചൂടോടെ കഴിക്കാം. സവാള വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, അത് നിങ്ങളുടെ ചോയ്സാണ്. എനിക്കിഷ്ടമാണ്. വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യും ഉപയോഗിക്കാം, അപ്പോൾ കുട്ടികൾക്ക് ഒന്നും കൂടെ ഇഷ്ടമാകും. മിക്സിയിൽ നമ്മൾ നല്ലപോലെ പതച്ചെടുക്കുന്നത് കൊണ്ട് ദോശയ്ക്ക് നല്ല മയമായിരിക്കും, നല്ലപോലെ പൊന്തി വരികയും ചെയ്യും. 10 മിനിറ്റെങ്കിലും വെച്ച ശേഷമേ ചുട്ടെടുക്കാൻ പാടുകയുള്ളൂ. സ്വാദൂറും ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ പെട്ടക്കണ ചമ്മന്തി കൂടി ചേർത്ത് കഴിക്കാം. ട്രൈ ചെയ്യൂ. ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബും ചെയ്യൂ.